കീഴടക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത്. ഈ വീഡിയോ വല്ലാതെ എൻ്റെ മനസ്സിൽ തട്ടിയൊരു വീഡിയോ ആണ്. നിങ്ങളിത് കണ്ടു നോക്ക്. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് 1 ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത്. കാലം പലതും മാറ്റി മറിച്ചു. എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചേ യാത്രയിടയില് അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ നീ ചാവും, നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു. അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ പക്ഷെ ഇപ്പൊ അത് നേരെ മാറി. നീ നന്നായി ചെയ്തതാണ്. ആദ്യം പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 2 മണിക്കാരനെ പ്രാർത്ഥിക്കും. ഒന്ന്, ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി, കാശ് തരും പറയും. പണിക്കാരെ ചേച്ചിയുടെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ മതി, അന്ന് ഞങ്ങൾക്ക് മുട്ടില്ലാന്ന്. അപ്പൊ ഇത് അല്ല, ഇത് നിങ്ങൾ അനുഭവത്തിൽ കാണാം. ഇത് ഭയങ്കര ഒരു അനുഭവമാണ്. யார் பெற்ற மகனோ நீ, யார் பெற்ற மகனோ இந்த ஊர் കുമ്പിടും. ഈ വീഡിയോ എനിക്ക് വളരെയധികം മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു മാതാവിനാണ് ശരിക്കൊരു മാതാവിൻ്റെ വേദന അറിയാം. ആ അമ്മയ്ക്ക് മറ്റൊരു ഉമ്മാൻ്റെ വേദന മനസ്സിലായി. അതുകൊണ്ടാണ് അവരത്രയും മകനോട് നെഗറ്റീവ് അടിക്കാത്ത രീതിയിലും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും 1 ലക്ഷം കയ്യിൽ കൊടുക്കുന്ന മകനാണെങ്കിൽ 1 കോടി. ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് മകന് ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പതച്ച വെയിലത്ത് ലോകം കേരളം മൊത്തം ചുറ്റി നടക്കുന്നു ഈ ക്യാഷിനും വേണ്ടിയിട്ട്. അന്യത്തിൽപ്പെട്ട ഒരു ഉമ്മാൻ്റെ മകന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് നമ്മൾ ശരിക്ക് അനുകരിക്കേണ്ട കാര്യം. നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പാഠം കൂടെയാണ്, നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള, നമ്മളെ പിള്ളേർക്ക് വളർന്നു വരുന്ന തലമുറക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പാഠം കൂടെയാണ് ഇത്. സത്യം പറഞ്ഞാൽ വളരെയധികം മനസ്സിന് തട്ടിയ ഒരു വീഡിയോ ആണിത്. അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂരിനോട്. പലരും പല രീതിയിൽ പറയാറുണ്ടായിരുന്നു, ആൾക്കാർ പലതും പറഞ്ഞു. അത് നോക്കണ്ട, പ്രവൃത്തി നോക്കിയാൽ മതി. ആൾക്കാരുടെ സ്വഭാവം പല രീതിയിലും പല സമയത്തും പല കോലത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ ഉള്ളു നോക്കിയാൽ മതി. അവരെ ഉള്ളു അറിയണമെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങളും ആപത്തുകളും വരുമ്പോൾ അവരെ മനസ്സ് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അതായിരിക്കും അവരെ ശരിക്കുള്ള ഒറിജിനൽ സ്വഭാവം. അതാണ്. എത്രയോ ആൾക്കാർ കോടികൾ വെച്ചിട്ട് വീട്ടിൽ തലയണൻ്റെ ഉള്ളിലും വെച്ചിട്ട് മനസ്സമാധാനം ഇല്ലാതെ ഇത് കാര്യം കൊണ്ടുപോകുന്നു ആലോചിച്ചിട്ട് ഉറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴോ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത്രയും റിസ്ക് എടുത്തിട്ട് എല്ലാവരും കുഞ്ഞനും കുട്ടികളും, ഞാനിപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് അവിടെ പോയപ്പം ഞാൻ പറഞ്ഞില്ല, ആലത്തൂരിൽ നിന്ന് 2ാം പെരുന്നാൾക്ക് പിള്ളേർ വന്നിക്കണം ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പക്കാർ പിള്ളേരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നിന്നൊന്നും ഈ കാരുണ്യം പറ്റിപ്പോയിട്ടില്ല എന്നുള്ളതിന് ഒരു തെളിവാണ്. അപ്പം അതൊക്കെ ഒരു ഇതിലെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഒരാളെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും. അതേപോലെ സാബി ഇൻസ്പയറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചാനലും ഉണ്ട്, ഇൻസ്റ്റാ പേജും ഉണ്ട് സാബി. അപ്പോൾ അവരും അതുപോലെ ബോബിയും സാബിയും ഒക്കെ വളരെയധികം അവർ ഒരുപാട് അപ്ഡേറ്റ് കൊടുത്തിട്ടും അവരുടെ കീഴിൽ അവർ യൂട്യൂബിൽ അവർ വീഡിയോ ഇട്ടിട്ടും ഇൻസ്റ്റയിൽ കൂടെ അപ്ഡേറ്റ് കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കൂടെ അവരെ ഇതാക്കിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ, അതുപോലെ ഉള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് മനസ്സറിഞ്ഞിട്ട് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പ്രതിഫലം അള്ളാഹു ഇഹത്തിലും പരത്തിലും എല്ലാവർക്കും കൊടുക്കട്ടെ. ആ ഉമ്മാൻ്റെ ചിരി കാണുമ്പോൾ തന്നെ ആ ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. അതുപോലെ തന്നെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയും മാതാവിൻ്റെ പ്രാർത്ഥനയും ഫലിക്കുമെന്നല്ല പറയുന്നത്. അപ്പോൾ മർദ്ദിതനായിട്ട് ആ 18 വർഷം കിടന്നിട്ട് പ്രാർത്ഥിച്ച ആൾ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും സഹായിച്ചായിട്ടുള്ള ആൾക്കാർക്കാണ്. എന്താ വെച്ചാൽ പുറം ലോകം കാണാനും ജീവന് വേണ്ടിയിട്ട് ഇന്നെ കൊല്ലാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തൂക്കുകാരിൽ നിന്ന് രക്ഷിക്കുന്ന ഒരാളുണ്ടെന്ന് പറയുമ്പം ആ ആൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ എത്രമാത്രം പ്രാർത്ഥിക്കും. അപ്പം കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ